ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം 365 ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഫെബ്രുവരി 21 വരപ്രസാദ കന്യക. സ്ക്യൂട്ട് പ്രദേശത്തുള്ള കുന്നുകൾക്ക് മുകളിൽ 1443 പിയറി വാൻ ആസ്ചി ലിംദാൻ എന്നും ഹോത്തോൺ എന്നും 2 മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഇതിൽ ഒരു മരത്തിൽ വയസ്സനായ കർഷകൻ പരിശുദ്ധ മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ഒരു രൂപം തറച്ചു വച്ചു. 1449 പെന്തക്കോസ്ത ദിനത്തിൻ്റെ തലേ രാത്രിയിൽ തിളങ്ങുന്ന ഒരു പ്രകാശം വരുന്നത് കാണുകയും അന്നു മുതൽ പ്രകാശത്തിൻ്റെ അമ്മയുടെ അടുക്കൽ ജനങ്ങൾ ഒഴുകിയെത്തുകയും ചെയ്തു. 1450 ഫെബ്രുവരി 21 കറോളേസ് പ്രഭുവായ ചാൾസ് പള്ളിക്ക് വേണ്ടിയുള്ള മൂലക്കല്ലിടുകയും ആദ്യത്തെ കുർബാന അവിടെ അർപ്പിക്കുകയും ചെയ്തു. 1531 കലാശില്പങ്ങളാൽ പണി കഴിപ്പിച്ച വരപ്രസാദ കന്യകയുടെ പള്ളി നാശനഷ്ടം സംഭവിച്ചതിൻ്റെ പേരിൽ നവോത്ഥാന കാലത്ത് പുതുക്കിപ്പണിതു. സെൻറ്റ് പീറ്ററിൻ്റെയും കൂട്ടരുടെയും പള്ളിയായ നോട്രി ഡാമിലെ പ്രകാശത്തിൻ്റെ അമ്മയുടെ പള്ളിയിൽ ആ ചെറിയ രൂപം ഇന്നും സൂക്ഷിക്കപ്പെടുന്നു. അമ്മേ മാതാവേ, അമ്മയെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ എല്ലാ ദിവസവും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും അങ്ങ് സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആവേ മരിയ.